പോലെ മുളച്ചു പൊന്തുകയാണ് ഉത്തർപ്രദേശിൽ ക്ഷേത്രങ്ങൾ. പല കോണുകളിൽ കുഴിക്കുമ്പോഴും ഉയർന്നു വരുന്ന വിഗ്രഹങ്ങളും പിന്നാലെ വിവാദങ്ങളും യു.പിയെ കലുഷിതമാക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഹിന്ദു മഹാസഭ യു.പി ഫറൂഖാബാദിലെ മേദ്പൂർ വില്ലേജിൽ പുതിയ അമ്പലം കണ്ടെത്തിയത്. നശിപ്പിക്കപ്പെട്ട ശിവക്ഷേത്രമാണ് തങ്ങൾ കണ്ടെത്തിയിരിക്കുന്നതെന്നും ഉടൻ തന്നെ അവിടെ ജലാഭിഷേകം നടക്കണമെന്നും ആരാധന ആരംഭിക്കണമെന്നും ഹിന്ദു മഹാസഭ നേതാക്കൾ പറഞ്ഞതോടെ മറ്റൊരു ക്ഷേത്രവും ഉദയം കൊണ്ടിരിക്കുകയാണ്. പരിപാലനമില്ലാതെ കഴിഞ്ഞ 40 വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഈ ക്ഷേത്രം പിന്നോക്ക വിഭാഗക്കാർക്ക് കൈയടക്കിയതാണെന്നും ബ്രാഹ്മണരായ എല്ലാവരും ആരാധന നടത്താൻ തയ്യാറാകണമെന്നും ആ പ്രദേശത്തെ ഉയർന്ന ജാതിക്കാർ പറഞ്ഞു. ഇതോടെ ക്ഷേത്രത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന സംഭവബഹുലമായ സംഭവങ്ങളിൽ ഇരകളാക്കപ്പെടാൻ പോകുന്നത് മുസ്ലിം ജനവിഭാഗം മാത്രമല്ല എന്ന് ബോധ്യമായി കഴിഞ്ഞു. ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ കൂടിയാണെന്നത് വ്യക്തം. ലക്നോ വിധാൻ സൗദയ്ക്കടുത്തുള്ള മാർക്കറ്റിലെ ഒരു കെട്ടിടത്തിന്റെ അടിഭാഗത്ത് നിന്നായി 1885-ൽ ഗജരാജ് സിംഗ് എന്ന ഹിന്ദു നാട്ടുപ്രമാണി നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ന നിലയിൽ 3 പ്രതിമാ കഷ്ണങ്ങളുമായി ബ്രാഹ്മിൺ സൻസദ് എന്ന സംഘടനയുടെ നേതാവ് അമർനാഥ് മിശ്രയും രംഗത്തെത്തിയിട്ടുണ്ട്. ആ ക്ഷേത്രം തകർത്തത് സമാജ്വാദ് പാർട്ടിയാണെന്നും അയാൾ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. 1992 മുൻപ് ഇവിടെ ശിവന്റെയും കൃഷ്ണ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടതുമായ പ്രതിമകൾ ഉണ്ടായിരുന്നുവെന്നും തങ്ങൾ നിത്യപ്രാർത്ഥന നടത്താറുണ്ടായിരുന്നുവെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. സംഭാലിലെ ഷാഹി മസ്ജിദിൽ സർവേ നടത്താൻ പ്രാദേശിക കോടതി അനുവദിച്ചതിന് പിന്നാലെയാണ് ഈ കൂട്ടക്ഷേത്ര കണ്ടെത്തലുകൾ നടക്കുന്നത്. ഉത്തർപ്രദേശിലെ ഏറ്റവും പിന്നോക്ക പ്രദേശമായ ഗാസിയാബാദിന് ചുറ്റുമാണ് ഏറ്റവും അധികം ക്ഷേത്ര കണ്ടെത്തലുകൾ നടക്കുന്നതെന്ന് ദി ടെലിഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. വർഗീയ സംഘടനകൾ വളരെ വേഗത്തിൽ വ്യാപിക്കുന്ന പ്രദേശം നോക്കി തന്നെയാണ് ഹിന്ദു സംഘടനകൾ ക്ഷേത്രം കണ്ടെത്തുന്നതിനുള്ള ഇടപാടുകൾക്കായി ഇടം കണ്ടെത്തിയത്. മാത്രവുമല്ല, ജില്ലാ ഭരണകൂടത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയും അവർക്കുണ്ട്. ഔദ്യോഗിക ഭാഷ്യങ്ങളിൽ സമയാസമയത്ത് ചമച്ചു നൽകാൻ പ്രാദേശിക ഭരണകൂടങ്ങൾ തയ്യാറായാൽ ഏറെക്കുറെ മതവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞ ഉത്തർപ്രദേശിലെയും ഹിന്ദി ബെൽറ്റിലെയും ന്യായാധിപന്മാരെ കൊണ്ട് വേണ്ട വിധത്തിലുള്ള ഉത്തരവുകൾ എഴുതിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന ഉത്തമ വിശ്വാസവും പ്രാദേശിക സംഘപരിവാരത്തിനുണ്ട്. അത് സത്യമാണെന്ന് സമീപകാലത്തെ വിധികൾ തെളിയിക്കുന്നുമുണ്ട്. അതിനു പുറമെ അതാത് സമുദായങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് തക്കതായ പ്രതിഫലവും ആദിത്യനാഥ് വഴി മോദി അമിത്ഷാ സഖ്യം നൽകുന്നുവെന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ബുലന്ദ് ഷഹറിലെ സൽമ ഹഗൻ മൊഹള്ളയിലെ പഴയൊരു പള്ളി ക്ഷേത്രമാണെന്നും അത് യാദവ സമുദായത്തിൻ്റെതാണെന്നും വിശ്വസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എന്ന് കാണാം. പള്ളി തകർത്ത ഉടൻ അവിടെ ഒരു ക്ഷേത്രം ഉയരുമെന്നും പൂജകൾ ആരംഭിക്കുമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവിനൊപ്പം പത്രസമ്മേളനം നടത്തിയ ജാദവ് വികാസ് മഞ്ചിന്റെ പ്രസിഡന്റ് കൈലാഷ് ഭഗ്മൽ ഗൗതം പറഞ്ഞത് തങ്ങളുടെ വോട്ട് ബാങ്കുകൾ വീണ്ടെടുക്കാനുള്ള സംഘപരിവാര ശ്രമത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണെന്നാണ്. ഹിന്ദു ഏകീകരണത്തോടൊപ്പം ജാതീയമായ ഏകീകരണം കൂടി തങ്ങൾക്ക് അനുകൂലമാണെന്ന നിലപാട് BJP ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഹിന്ദി രാഷ്ട്രീയത്തിൽ ജാതി സമവാക്യങ്ങൾ ഏറെ നിർണായകമായതുകൊണ്ട് തന്നെ ക്ഷേത്രപ്പള്ളി തർക്കങ്ങൾ ആ വഴിക്ക് തിരിച്ചുവിട്ടാൽ അത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് BJPയും സഖ്യകക്ഷികളും കണക്ക് കൂട്ടുന്നുണ്ട്. അതിൽ ചെറിയൊരു ശതമാനം അവർ വിജയിച്ചതിന്റെ തെളിവാണ് സമീപകാലത്തെ തെരഞ്ഞെടുപ്പ് വിജയമെന്നും കാണാൻ സാധിക്കും.